ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ സൗമ്യ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലൈം ജ്യൂസാണ്. ലൈം ജ്യൂസ് കുറച്ച് പൈനാപ്പിളും കൂടി ചേർത്തുള്ള ലൈം ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് നമുക്കിനി നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളാണ്. ചെറിയ മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു കഷ്ണം നാരങ്ങ, ഒരു നാരങ്ങ മുഴുവൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൊണ്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ നാരങ്ങാനീരാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ മധുരം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മധുരം കൂടെ ആഡ് ചെയ്യുവാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 1/2 മുറി നാരങ്ങയുടെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ചൂടത്ത് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കുമേ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അടിക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ നാരങ്ങയുടെ കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ ഓവറായിട്ട് എടുക്കരുത്. ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പുതിനയിലയും കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ നമ്മൾ നേരത്തെ അടിച്ച നാരങ്ങയുടെ കുഞ്ഞു പീസ് ഉണ്ടല്ലോ, ഒരു കുഞ്ഞു പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബെൽ ബട്ടനെ അമർത്തുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്